ഡയലോഗിലേക്ക് പോവാം അല്ലെ. ഡയലോഗിലേക്ക് പോവാം. ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ, നമ്മൾ ആ ഡയലോഗ് അങ്ങനെ തന്നെ എഴുതുന്നു. നമ്മളൊരു സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതാണെങ്കിൽ എന്താ, മോഹൻലാൽ ഇങ്ങനെ പറയണം എന്നാണ് എഴുതുക, അല്ലെ മോഹൻലാലിന്റെ പേരിട്ടിട്ട് ഇതാ നിങ്ങൾ നാളെ മുതൽ 6-ാം തമ്പുരാനാന്ന് പറഞ്ഞിട്ടാണ് എഴുതുക, അങ്ങനെയല്ലേ എഴുതുക. അല്ലാണ്ട് മോഹൻലാൽ ഇങ്ങനെ പറയണം എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയല്ല ചെയ്യുക. നമ്മൾ പേരെഴുതും, എന്താണ് ആ സ്ക്രിപ്റ്റിലെ ഡയലോഗ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ടെലിഫോണിക് കോൺവെർസേഷൻ ആവാം, നമ്മുടെ ഇന്റർവ്യൂ ആവാം അല്ലെ, ഇന്റർവ്യൂ ആവാം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആവാം, കാഷ്വൽ ടോക്ക് ആവാം, അല്ലെങ്കിൽ എന്താ ജോബ് ഇന്റർവ്യൂ ആവാം. ടിപ്പ് എന്താണ്? നമ്മുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് അറിയണം. AG ക്രോണനും ഹസനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ നിങ്ങൾ എഴുതണം അതിനെ പറ്റിയിട്ട്, അവരെ പറ്റിയിട്ട്, അവരെന്തായിരിക്കും സംസാരിക്കാന്ന് അറിയണം. അല്ലെങ്കിൽ അപ്പുക്കുട്ടനോ അമ്മുക്കുട്ടിയാണെങ്കിൽ എന്താണ് എഴുതേണ്ടത്? സ്കൂളിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ, വീട്ടിലേറെ സുഖമല്ലേ, അങ്ങനെയൊക്കെ എഴുതുക. പ്ലേ ദ റോൾ ഓഫ് യുവർ ക്യാരക്ടേഴ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യാന്ന്. അപ്പം മാഗി ആണെങ്കിൽ എന്താണ് പറയാ? മാഗി ചോദിക്കുകയോ എങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ ഫ്ലൈറ്റ്, നമ്മുടെ എന്താണ് കൊളംബോയിൽ ഇറങ്ങിയ നമ്മുടെ ഹസന്റെ അസിസ്റ്റൻസിന് ചോദിക്കുക? ഇല്ല, മാഗിക്ക് അതറിയില്ല. മാഗിക്ക് ഗുപ്തേനെ അറിയുള്ളൂ. ഗുപ്തയെ നമ്മുടെ ബ്രദറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അങ്ങനെ ആലോചിക്കുക. പിന്നെ ഡൈനാമിക് ആക്കുക, ഡിഫറെന്റ് ആക്കുക. വെറുതെ ഹലോ ഹൗ ആർ യു, യെസ് ഐ ആം ഗുഡ്, ഹൗ അബൌട്ട് യു, ഐ ആം ഓൾസോ ഗുഡ്, വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം, അങ്ങനെ ബോറിംഗ് ആക്കാണ്ട് ഡൈനാമിക് ആക്കുക, അങ്ങനെ സ്റ്റൈലാക്കുക. പിന്നെ വായിച്ചു നോക്കുക, വായിച്ചു നോക്കണം. കാരണം ഒരു സെൻസ് ഉണ്ടാക്കുന്നെങ്കിൽ മാർക്ക് കിട്ടില്ല, അതിനു വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. AG ക്രോണൻ തിരിച്ചെത്തി, അത് കഴിഞ്ഞിട്ട് രണഗഞ്ചി കഴിഞ്ഞിട്ട് എത്തി. അപ്പോൾ ഹസനായിട്ടുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. AG ക്രോൺ ചോദിക്കുന്നു ഹസൻ സുഖാണോ? ഹസൻ പറഞ്ഞ സുഖാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറയുന്നു. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു നോക്കുക, കാരണം ഇന്നലെ മൊത്തം ഞാൻ പഠിപ്പിച്ചതാണ്. ഇങ്ങനെയാണ് എഴുതുക. പേര് കോളൻ എന്താ ഡയലോഗ്, പേര് കോളൻ ഡയലോഗ്. റിപ്ലൈയും അടുത്ത കാര്യവും അതിൽ തന്നെ അങ്ങ് എഴുതി വെക്കുക. റിപ്ലൈ ചെയ്തു, ഓക്കെ പറഞ്ഞു, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വേണ്ട. റിപ്ലൈ ചെയ്ത് അപ്പം തന്നെ ചോദിക്കുക. നിങ്ങളോട് ചോദിക്കുകയാണ് സുഖാണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താ പറയുക? എടാ എനിക്ക് സുഖമാണ്, നിനക്കോ? അപ്പം തന്നെ ചോദിക്കില്ല. അല്ലാണ്ട് സുഖാണെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയും ഓക്കെ മെസ്സേജ് റിസീവ്, തിരിച്ചു ചോദിക്കും നിനക്ക് സുഖാണോ? അങ്ങനെയല്ലല്ലോ, നിങ്ങളിങ്ങ് വേഗം സംസാരിക്കും അല്ലെ. അങ്ങനെയാണ് കോൺവെർസേഷൻ ഉണ്ടാവുക അല്ലെ. റെഡി അല്ലേ? ഓക്കെ. അപ്പം അതും കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്?